ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ക്ലാസ് 5 മലയാളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഒരു കവിത. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കഥയുണ്ട് അല്ലേ? മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയുണ്ട്, നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കഥയിലെ ആരാണ് ആ കഥ രചിച്ചിട്ടുള്ളത്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ സ്വന്തം ഭാഷയിലെ ആ ഒരു നാട്ടിലുള്ള ഭാഷയിലെ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കൃതികളും അതുപോലെ തന്നെ കഥകളൊക്കെ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാഠഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു ചോദ്യമുണ്ട്, നമുക്ക് ആ ഒരു ചോദ്യം നോക്കാം അല്ലേ? ആസ്വാദനക്കുറിപ്പ്. ലൈലയ്ക്കും സെയ്ദ് മുഹമ്മദിനും നാണം തോന്നി തുടങ്ങിയിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്തു ചെയ്യും? എന്റെ പക്കൽ 2 മുണ്ടേ ഉള്ളൂ. നിങ്ങൾ പഠിച്ച പാത്തുമ്മയുടെ ആട് എന്ന പാഠഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? കഥയിലെ പ്രധാന സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ, അവരുടെ പ്രത്യേകതകൾ, ബഷീറിന്റെ എഴുത്ത് രീതി എന്നിവ പരിഗണിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ് പാത്തുമ്മയുടെ ആട്. അപ്പോൾ അതിൻ്റെ കാര്യം അത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഇനി കഥയായിക്കോട്ടെ കവിത ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? കവിതയുടെ പേര് അല്ലെങ്കിൽ പാത്തുമ്മയുടെ ആട് എന്നൊരു തലക്കെട്ട് കൊടുക്കണം. ഇനി കവിയുടെ പേര്, കവി അല്ലെങ്കിൽ കഥാകൃത്തിന്റെ പേരെന്താന്നുള്ളത് നിങ്ങൾ എഴുതണം. ഇപ്പൊ നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുമ്പോൾ ആരാണ് അത് രചിച്ചിട്ടുള്ളത്? നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് അല്ലേ? ഇനി ഏതാണ് കൃതി? കവിതയുടെ പ്രമേയം, കവിതയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാൻ വേണ്ടി പറ്റും. ഇനി കഥയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് അവസാനം നോക്കിക്കേ, പദങ്ങളും പദപ്രയോഗങ്ങളും. അതായത് ആ ഒരു കഥ ഇപ്പം നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നതാണെങ്കിൽ അത് ഏത് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്? വളരെ അക്ഷരസ്ഫുടതയോടെയാണോ? അത് ഒരു നാടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണോ? അത് സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള അനുഭവമാണോ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ആസ്വാദനക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? ഒരു ആസ്വാദനക്കുറിപ്പ്, ഇതിന്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത നോവലുകളിൽ ഒന്നാണ് പാത്തുമ്മയുടെ ആട് അല്ലെ? ഇത് മാത്രമല്ല, അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലുകളിൽ ഒന്നാണ് നമ്മുടെ പാത്തുമ്മയുടെ ആട്. അതിൽ വളരെ കുറവ് ഭാഗം മാത്രമാണ് മക്കൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി ബഷീറിന്റെ കുടുംബത്തിൽ അരങ്ങേറുന്ന ചില സംഭവങ്ങളാണ് ഈ നോവലിലുള്ളത്. അതായത് ബഷീറിന്റെ ജീവിതത്തിൽ നിത്യം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു നോവലിലുള്ളത്. അരങ്ങേറുന്ന ചില സംഭവങ്ങളാണ് ഈ നോവലിലുള്ളത്. നോവലിലെ രസകരമായ 2 സന്ദർഭങ്ങളാണ് പാഠഭാഗമായി ചേർത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആരാണ് ആ ഒരു കഥ രചിച്ചിട്ടുള്ളത്? ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് എഴുതാം. അതിനുശേഷം നമുക്ക് ചോദ്യം തന്നിട്ടില്ലേ, ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യമാണ് അത് ഇതില് ഉൾപ്പെടുത്തണം. ചില സംഭവങ്ങളാണ്, 2 സന്ദർഭങ്ങളാണ് പാഠമായി ചേർത്തിരിക്കുന്നത്. ബഷീറിന്റെ സഹോദരങ്ങളുടെ മക്കളുടെയും സഹോദരിയായ പാത്തുമ്മ വളർത്തുന്ന ആടിന്റെയും കുസൃതികൾ ഇതിൽ വിവരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു കഥയിൽ ഉള്ളത്? എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രമേയം എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. അത് എന്തായാലും എഴുതണം. ഇപ്പൊ ഒരു കഥയാണെങ്കിൽ നമ്മുടെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നതിൽ എന്താണ് അവിടെ നടക്കുന്നത്? എന്താണ്? വളരെ പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? അല്ല, നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം, ഒരു സന്ദർഭമാണ് അവിടെ വിവരിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ബഷീറിന്റെ സഹോദരങ്ങളുടെ മക്കളുടെയും സഹോദരിയായ പാത്തുമ്മയുടെ ആടിന്റെ കുസൃതികളുമാണ് ആ ഒരു കഥയിലുള്ളത് അല്ലെ? ഇനി നോക്കിക്കേ, വിവരിച്ചിരിക്കുന്നത് തനി ഗ്രാമീണ ഭാഷയിലാണ് നോവലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, വളരെ കട്ടിയേറിയിട്ടുള്ള ഭാഷയിലല്ല നമ്മുടെ ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ നമ്മളെല്ലാവരും കേട്ടറിവുള്ള അവരുടെ നാട്ടിലുള്ള ഭാഷയിലാണ് ആ ഒരു നോവൽ രചിച്ചിട്ടുള്ളത്. ബഷീർ രാവിലെ എണ്ണ തേച്ച് കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളുടെ ബഹളം കേട്ടത്. കുട്ടികൾ ആടിന്റെ ചെവിയിലും വാലിലും പള്ളയ്ക്കും കൊമ്പിലുമെല്ലാം പിടിച്ചു വലിച്ച് ആടിനെ ചീത്ത വിളിക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മുടെ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബഷീർ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല ബഹളം അല്ലേ? അപ്പൊ എന്ത് ബഹളമാണ്? ആടുമായിട്ടുള്ള ഒരു കുസൃതിയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അപ്പൊ എന്താണ് കഥയിൽ പറഞ്ഞിട്ടുള്ള കാര്യം? ആ ഒരു സന്ദർഭം നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഇനി നോക്കിക്കേ,
ആടിനെ ചീത്ത വിളിക്കുകയാണ്. കുട്ടികളോടൊപ്പം ബഷീർ പുഴയാറ്റിൽ കുളിക്കാൻ പോകുന്ന സന്ദർഭവും ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. രണ്ട് സന്ദർഭങ്ങളും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. നാട്ടിൻപുറത്തെ ദൃശ്യങ്ങൾ നാട്ടുഭാഷയിൽ ആവിഷ്കരിക്കുകയാണ് കഥാകൃത്ത്. അപ്പൊ കഥാകൃത്ത് എന്താ ചെയ്തിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും ആ ഒരു നാട്ടുഭാഷയിൽ അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് അല്ലേ, നമുക്ക് ചില ഭാഗങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഒത്തിരി ചിരിച്ചു പോകും. അപ്പൊ ആ ഒരു രീതിയിലാണ് കഥാകൃത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഒരു കഥ വായിക്കുന്ന സമയത്ത് അതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ആ ഒരു കഥാകൃത്തിനെ കുറിച്ച് എഴുതണം. ആരാണ് ആ ഒരു കഥ രചിച്ചിട്ടുള്ളത്, ആ ഒരു കഥാകൃത്തിനെ കുറിച്ച് എഴുതണം. ഇനി കഥയുടെ ആശയം എന്താണ് ആശയം എന്നുള്ളത് രണ്ടാമതായിട്ട് ഉൾപ്പെടുത്തണം. ഇനി മൂന്നാമതായിട്ട് എന്താണ്, ഏത് ഭാഷയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഷയിലാണോ എഴുതിയിട്ടുള്ളത്, വളരെ രസകരമായിട്ടാണോ, അതോ ആധുനിക ഇപ്പോഴുള്ള നമ്മുടെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണോ എഴുതിയിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് നോക്കേണ്ടത് ഈ കഥയ്ക്ക് എന്തെങ്കിലും നമ്മുടെ ആധുനിക ലോകവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ഉപസംഹാരമാവും. അതായത് അവസാനം നമ്മൾ അവസാനിപ്പിക്കുന്ന ഭാഗമല്ലേ, അത് വളരെ കറക്റ്റായിട്ട് വേണം. അപ്പോൾ ആദ്യം നിങ്ങൾ കഥാകൃത്തിനെ കുറിച്ച് എഴുതണം, അതിനുശേഷം കഥയുടെ ആശയം എന്താണെന്നുള്ളത് എഴുതണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം, അപ്പോൾ ഒന്നും കൂടി ടീച്ചേഴ്സിന് ഇഷ്ടപ്പെടും. ഇനി അവസാനമായിട്ട് ഈ ഒരു കഥയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കഥയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ പാത്തുമ്മയുടെ ആടിൽ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് വളരെ രസകരമായിട്ട് വളരെ നർമ്മം ചാലിച്ച രീതിയിലാണ് നമ്മുടെ ഈ ഒരു കഥ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കവിതയായിക്കോട്ടെ കഥയായിക്കോട്ടെ ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത് മക്കൾ എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആസ്വാദനക്കുറിപ്പ്.